ഈശംസികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 33-ാം തിരുവചനം. വീഞ്ഞ് കരാള സർപ്പത്തിൻ്റെ വിഷമാണ്, ക്രൂര സർപ്പത്തിൻ്റെ കൊടിയ വിഷം. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു, ലോത്ത് മദ്യപിച്ച് ഉന്മത്തനായി കിടന്നപ്പോൾ തൻ്റെ 2 പെൺമക്കളും സ്വന്തം അപ്പനുമായി ശാരീരിക ബന്ധം ഏർപ്പെടുത്തി പാപം ചെയ്തു. ഇന്ന് ലോകത്തിൽ നമ്മൾ എവിടെ നോക്കിയാലും പല യുവതി-യുവാക്കന്മാരെയും കുടുംബനാഥന്മാരെയും നാഥകളെയും അടിമപ്പെടുത്തി വച്ചിരിക്കുന്നത് ഈ മദ്യപാനവും മയക്കുമരുന്നുമാണ്. മീഡിയാക്കളിലും മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നു, ക്രൂര കൊലപാതകങ്ങളും മറ്റും ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമുള്ള പല സംഭവങ്ങളും നടക്കുന്നത് ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കിടക്കുന്ന മക്കളിലൂടെയാണ്. സ്നേഹമുള്ളവരെ, ഈ മക്കൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.